പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം സഞ്ചരിച്ച കാറുകൾ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർമാർക്ക് ED നഷ്ടപരിഹാരം നൽകി. 2 ലക്ഷം രൂപയിലേറെയാണ് വെള്ളിയാഴ്ച ED കൊച്ചി ഓഫീസിൽ 3 കാർ ഡ്രൈവർമാരുടെയും അക്കൗണ്ടിലേക്ക് കൈമാറിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകാര്യം സ്വദേശിയായ ഡ്രൈവർ ശ്യാംരാജ് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലെത്തിയിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ED പരിശോധന. ഉദ്യോഗസ്ഥ സംഘം മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. വാടകയ്ക്കെടുത്ത 3 കാറുകളിലാണ് സംഘം റെയ്ഡിനെത്തിയത്. ശ്യാംരാജിന്റെ കാറിനാണ് കാര്യമായ കേടുപാടുകൾ ഉണ്ടായത്. ഇൻഷുറൻസ് തുക ലഭിക്കാത്തതിനാൽ കാറ് നന്നാക്കാൻ ചിലവായ 1.75 ലക്ഷം രൂപയും ശ്യാംരാജിന് നൽകി. തിരുമല സ്വദേശി ലാൽ ഗോപാലൻ, വള്ളക്കടവ് സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരുടെ കാറുകൾക്ക് ഇൻഷുറൻസ് തുകയിലധികം വന്ന ചെലവും ED കൈമാറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.